എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ബാലിയിലെ പാർട്ട് 4 വീഡിയോ ആണ് കേട്ടോ. മുൻപ് നമ്മളെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കിലിംഗ്ലിംഗ് ബീച്ചിലാണ്, അതായത് അല്ലെങ്കിൽ ക്ലിംഗ്ലിംഗ് ബീച്ച്. ഈ കാണുന്ന പോലെ അല്ല കേട്ടോ. ഇങ്ങനൊരു വ്യൂ നിങ്ങൾക്ക് വേണ്ടി ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സ്ട്രഗിൾ നിങ്ങൾ കാണണം. ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ റീൽസ് കണ്ടിട്ടുണ്ടാവും, റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള. ഒരുപാട് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് വേണം നമുക്കൊരു നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ. ബിക്കോസ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാണ്ട് പോകില്ല കേട്ടോ. ബിക്കോസ് അത്രയ്ക്ക് അടിപൊളി പ്ലേസാണ്, കാണാനും നല്ല ബ്ലൂ ടർക്കോയിസ് വാട്ടറും പിന്നെ അടിപൊളി വ്യൂ ഒക്കെ കൂടിയുള്ള ഒരു ഒരു ബീച്ചാണ് കേട്ടോ ഇത്. നമുക്ക് ബീച്ചിൻ്റെ താഴേക്ക് വേണമെങ്കിൽ വാക്ക് ചെയ്ത് പോവാം, പക്ഷേ കുറച്ച് ട്രബിളാണ്, ലൈക്ക് ഭയങ്കര റിസ്ക്കിയാണ്. സോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് കണ്ടു വരുമ്പോൾ ഒന്നാമത് ഭയങ്കര ടയേർഡാവും. സോ അവിടെയുള്ള ഒരു ടെൻഡർ കോക്കനട്ട് വാട്ടർ ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, നുസാ പന്നിയുടെ അല്ലെങ്കിൽ നമ്മളെ ബാലിയിൽ നമ്മൾ ടെൻഡർ കോക്കനട്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 ലിറ്ററിൻ്റെ മുകളിൽ നമുക്ക് അതിൽ വാട്ടർ ഉണ്ടാവും കേട്ടോ. ഭയങ്കര, നമ്മളാണെങ്കിൽ 2 വാങ്ങിച്ചും പോയി, നമുക്കാണെങ്കിൽ ഇത് കുടിച്ചിട്ട് തീരണമില്ല. സോ നല്ല റിഫ്രഷിങ് ആയിരുന്നു. ഇവിടെ എല്ലായിടത്തും കയറ്റവും ഇറക്കവും കുന്നും മലയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യും. കാരണം ഒരുപാട് ദൂരത്ത് വേണം നമ്മളെ വെഹിക്കിൾ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരണം കേട്ടോ. ഇവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അവരെ വെഹിക്കിൾസ് ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അലൗഡ് ഉള്ളൂ. അങ്ങനെ നമ്മളെ കിലിംഗ്ലിംഗ് ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ നമ്മളെ റൂമിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ ഈ റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂവും നല്ല അടിപൊളി റൂമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ ആയിക്കോട്ടെ ഇൻഡോർ ആയിക്കോട്ടെ അടിപൊളിയായിരുന്നു. നമുക്ക് പൂളുണ്ട്. പിന്നെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. നമ്മൾ 1 ഡേ സ്റ്റേക്ക് വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മളെ റൂമിൽ നിന്ന് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. പൂൾ വ്യൂ ഉണ്ട്. അതേപോലെ നൈറ്റ് ആയപ്പോൾ നമ്മൾ പൂൾ സൈഡിലൊരു ഒരു ഊഞ്ഞാലുണ്ട്. നമ്മൾ അവിടെ പോയിരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉറങ്ങി പിറ്റേ ദിവസം എണീറ്റ് അത്യാവശ്യം നല്ല കുറച്ചൊക്കെ ലേറ്റ് ആയിക്കണം, ഒരു 9 to 10 o'clock ആയിക്കണം. ദെൻ നമ്മൾ നേരെ പോകുന്നത് ഡയമണ്ട് ബീച്ചിലേക്കാണ്. ഡയമണ്ട് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് കണ്ടിരുന്നു പോകും. ഒരു കൈൻഡ് ഓഫ് ടർക്കോയിസ് വാട്ടറൊക്കെയാണ് അവിടെ ഉള്ളതും. അത്യാവശ്യം കുറച്ച് ലോങ് ഉണ്ടായിരുന്നു നമ്മളെ റൂമിൽ നിന്ന് ഈ ഡയമണ്ട് ബീച്ചിലേക്ക്. ആൻഡ് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഈച്ച് ആൻഡ് എവറി വേർ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ ഐ തിങ്ക് പെർ പേഴ്സൺ 25,000 or 50,000 ആണ് ഇന്തോനേഷ്യൻ റുപ്പിയ വന്നിട്ടുള്ളത് കേട്ടോ. സോ നമ്മൾ ഇത് എല്ലായിടത്തും എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ട്. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ളതും പിന്നെ കുന്നുപോലുള്ളതും അങ്ങനെയൊക്കെയുള്ളൊരു ഹില്ലി കൈൻഡ് ഓഫ് ഏരിയ ആണ് കേട്ടോ ഇത് മൊത്തം. നമ്മൾ ടയേർഡായിട്ട് എത്ര റിസ്ക് എടുത്ത് വന്നാലും ഇവിടെ തരുന്ന നമ്മളെ വ്യൂ കാണുമ്പോൾ നമ്മളെല്ലതും മറന്നു. വേർത്താണ്. നമ്മൾ എത്ര റിസ്ക് എടുത്ത് വന്നാലും ഈ ഒരു വ്യൂ അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഭയങ്കര വേർത്താണ് കേട്ടോ. ഇവിടെയും ഇതേപോലെ സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബീച്ചിനെ ഫേസ് ചെയ്തിട്ട് ഇതാക്കാം. ആൻഡ് ഈ ബീച്ചിലേക്കും ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കടൽ അത്യാവശ്യം ഇങ്ങോട്ട് കയറിയിരിക്കണോണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല.
സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുന്ന ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനാണ് ഈ ഈച്ച് ആൻഡ് എവറിത്തിങ് വീഡിയോ എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് പറയുന്നുണ്ട്, കാരണം നമ്മളെ വീട്ടിൽ ഇതൊന്നും, നമ്മളെ ഹോം ടൗൺ അല്ലെങ്കിൽ നാട്ടിൽ ഇതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഞാനും ഇതേപോലെ എനിക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവിടുന്ന് നമ്മൾ വൺസ് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഈ വീഡിയോയിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് എവറിത്തിങ് ക്യാപ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നമ്മളെ ബീച്ചിൽ നിന്ന് നേരെ പോകുന്നത് ട്രീ ഹൗസിലേക്കാണ്. ആൻഡ് അത് തമ്മിൽ വലിയ ലോങ് ഒന്നുമില്ല, അടുത്തടുത്ത് തന്നെയാണ് ഓൾമോസ്റ്റ്. ബട്ട് എന്താ പറയുക, കുറച്ച് അഡ്വഞ്ചറസ് ആണ് കേട്ടോ ഈ ഒരു ട്രീ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഏകദേശം ഒരു ഒരു ആഫ്റ്റർനൂൺ ടൈമൊക്കെ ആയിക്കാണ് നമ്മൾ ബീച്ചിൽ നിന്ന് പോകുന്നപ്പം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ട്രീ ഹൗസിലേക്ക് തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രീ ഹൗസിൽ എത്തിയിട്ടുണ്ട്. ട്രീ ഹൗസിൽ നിന്ന് ഫസ്റ്റ് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി, അതായത് നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വ്യൂ ആണ്. ഭയങ്കര രസമാണ് കാണാൻ. ഇതേപോലെ തന്നെ ആ ഒരു ഡയമണ്ട് ബീച്ചിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ്. ഇവിടെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് അല്ലെങ്കിൽ റിസ്ക്കിയാണ്. എന്താ പറയുക, ഈ കാണുന്ന പോലെയല്ല. ഇപ്പോൾ ഫസ്റ്റിലേക്കൊക്കെ നമുക്ക് നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റെയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും നമ്മളോട് ഒരു 10 minutes വാക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഡിഫിക്കൽട്ടി കാരണം ഏകദേശം ഒരു ഹാഫ് അവർ വാക്കെങ്കിലും ഉണ്ടാവും. അത്രയ്ക്ക് ഡിഫിക്കൽട്ടാണ്. ഭയങ്കര സ്റ്റീപ്പ് ആൻഡ് ഡീപ്പായിട്ടുള്ള സ്റ്റെയേഴ്സ്. ഒന്നും കറക്റ്റായിട്ടില്ല, ജസ്റ്റായിട്ട് അവരൊന്ന് ഷേപ്പ് ചെയ്തൊരു സ്റ്റെപ്പ് പോലെ ആക്കിയെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ഇതാട്ടോ. കുറച്ച് കഴിയുമ്പോഴാണ് ഒരു കല്ലും മണ്ണൊക്കെ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ഒരു ഡീപ്പായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട്, കുറച്ചല്ല വളരെയധികം ഡിഫിക്കൽട്ടാണ്. ഇവരിവിടെ ഓരോരോ ഫോട്ടോ സ്പോട്ടിലും ഓരോരോ ഫോട്ടോ ബൂത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാം. അതായത് എൻട്രി ടിക്കറ്റ് മാത്രമേ നമുക്ക് കാണാനുള്ളതാണ് എൻട്രി ടിക്കറ്റ്. എവിടുന്നെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഫോട്ടോ ബൂത്തിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ബില്ല് അടക്കണം. അതും പെർ പേഴ്സൺ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ കോസ്റ്റ് ഇതാക്കുന്നത്. പെർ പേഴ്സണ് 2 minutes ആണ്. അതും ഇവർ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് 2 minutes കറക്റ്റ് ആക്കി. 2 minutes കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ലൈക്ക് ഫോട്ടോ എടുക്കുന്ന അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ക്രൗഡഡ് ആണ്. അടുത്ത ആൾക്കാർക്ക് കയറാൻ പറ്റും. അങ്ങനെയാണ് 2 minutes മാത്രം നമുക്ക് അലോ ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് കയറി വന്ന ക്ഷീണത്തിൽ ഞാൻ ഓൾമോസ്റ്റ് അവിടെ പോയിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് മതി ഫോട്ടോസ്. കാരണം അവിടെ ഓൾറെഡി കുറച്ച് കപ്പിൾസ് അല്ലെങ്കിൽ പേഴ്സൺസ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ടോക്കൺ എടുക്കണം കേട്ടോ. ടോക്കൺ എടുത്തിട്ട് നമ്മളത് വിളിക്കുമ്പോൾ നമുക്ക് പോയി ഫോട്ടോ എടുക്കാം. ഈ ഒരു ട്രീ ഹൗസിൻ്റെ നേരായിട്ടും പിന്നെ താഴത്തെ സെക്ഷനിലും ഇവർ റെസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വെയിറ്റിംഗ് ഏരിയ, കുറച്ച് ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നേരെ കയറി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണാൻ പറ്റും കേട്ടോ. അതും രസമാണ്.
സ്റ്റെപ്സ് ഒന്നും വീഡിയോയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. കേരളയിൽ കുറച്ച് ടാസ്കിയാണ്. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഭയങ്കര രസമായിരുന്നു. പക്ഷെ നമുക്ക് ചെറുതായിട്ടൊരു ഹൈറ്റൊക്കെ പേടിയുള്ളവർക്ക് ചെറുതായിട്ട് തലയൊക്കെ കറങ്ങണ പോലെ തോന്നും കേട്ടോ. ബട്ട് ദ വ്യൂ ആ സൂപ്പറാണ്, അടിപൊളിയാണ്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മളെ ടോക്കനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ കൂടുതൽ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല. ജസ്റ്റ് വ്യൂ ഒക്കെ കണ്ട് ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ട്രീ ഹൗസ് കറക്റ്റ് കാണാം കേട്ടോ. ഇതാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന ട്രീ ഹൗസ്. ആൻഡ് ഇവിടെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ശേഷം നമ്മളെ ടോക്കനെ വിളിച്ചു. സോ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തു. കാരണം വ്യൂ അടിപൊളിയായിരുന്നു, അതാണ്. ദെൻ അവിടുന്ന് ശേഷം നമ്മൾ നേരെ റിട്ടേൺ ടു നമ്മുടെ ബാലിയിലോട്ടാണ്. അതായത് നമ്മൾ ഫെറി എടുത്തിട്ട് നമ്മൾ വന്നല്ലോ. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയിട്ട് നോക്കി നോക്കൂ കേട്ടോ. നമ്മൾ ബാലിയിലോട്ടാണ് പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ ഫെറി എടുത്തിട്ട് നമ്മൾ ഉച്ചക്കെല്ലാം നമ്മുടെ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഈവനിങ് കഴിഞ്ഞാൽ നമ്മൾ ഫെറി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്തോനേഷ്യ ട്രാവൽ പാർട്ട് 1, 2, 3 അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയാൽ നമ്മൾ വീഡിയോസൊക്കെ കിട്ടും കേട്ടോ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. സോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരാം. നമ്മൾക്ക് കൂടുതൽ ബാലി വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്തോനേഷ്യ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. സോ ടിൽ ദെൻ ബൈ ബൈ, സീ യു.